വളരെയധികം പിന്തുണ നൽകിയിരുന്ന ഒരു കലാകാരനാണ് ഇർഷാദ് ഉസ്താദ്. ഇർഷാദ് ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്. അഹ്സനുൽ ഹുൽഖ എന്നൊരു ആൽബമാണ് റിലീസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ്, ആ പാട്ട് എല്ലാ വർക്കുകളിലും കഴിഞ്ഞോ? പാട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് റിലീസിന്റെ അടുത്തെത്തി ദിവസത്തിലുണ്ടാകും ഇൻഷാ അല്ലാഹ്. പാട്ട് ടൂണ് എല്ലാ കമ്പോസിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. വേറെ ഇർഷാദ് ഉസ്താദിന്റെ വേറെ എല്ലാ പാട്ടുകളാണ് ദിൽഷാൻ പാടിയിട്ടുള്ളത്? ഉലകത്തിന്. ഓക്കെ, ആ രണ്ടുപേരും ഒന്ന് പാടാമോ? ഉലകത്തിൻ നായകരേ, ഉപമകളില്ലാത്ത താരകമേ, ഉലകം പടച്ചിടുവാൻ കാരണദൂതർ മുഹമ്മദരേ. മാഷാ അല്ലാഹ്. ഇർഷാദ് ഉസ്താദ് എഴുതിയ വരികളാണല്ലേ? സാഹിത്യോത്സവത്തിന് വേണ്ടി എഴുതിയ വരികളാണോ? സർഗലയം മത്സരത്തിന് വേണ്ടി അവർക്ക് എഴുതി കൊടുത്ത പാട്ടുകളല്ലേ? കഴിഞ്ഞ സാഹിത്യോത്സവ സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു അല്ലേ? ഈ പാട്ടിലായിരുന്നു വിന്നറായത്? മാപ്പിളപ്പാട്ടില് കഴിഞ്ഞ സാഹിത്യോത്സവ സ്റ്റേറ്റ് വിന്നർ ആയിരുന്നു. ഏതായിരുന്നു പാട്ട്? രണ്ട് വരികളൊന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. കൺഗ്രാജുലേഷൻ. വളരെ മനോഹരമായൊരു അവതരണമായിരുന്നു. കഴിഞ്ഞ സാഹിത്യോത്സവത്തിലും മാപ്പിളപ്പാട്ടിൽ വിന്നറായ പാട്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ് ഇർഷാദ് സഹാറ കലാസംഘത്തിലെ അധിക പ്രതിഭകളും ഇർഷാദ് ഉസ്താദിന്റെ വരികളിലൂടെയാണ് പ്രശസ്തരായിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒരു ഭക്തിഗാനം ഇതില്ലായിരുന്നു? ഭക്തിഗാനം ഇതുവരെയായിട്ട് 4 ഭക്തിഗാനങ്ങൾ സ്റ്റേറ്റ് എത്തിയിട്ടുണ്ട്. ജില്ലാതലങ്ങളിലും അതുപോലെ സർഗലയത്തിൽ അല്ലാഹു തആല ഇനിയും ധാരാളം മദ്ഹ് എഴുതാനും പാട്ടുകൾ എഴുതാനും അല്ലാഹു തആല ഇർഷാദ് ഉസ്താദിന് കഴിവ് കൊടുക്കുമാറാകട്ടെ. ഇനിയും ഉയരങ്ങളിലെത്തി ജനശ്രദ്ധേയമായൊരു കവിയാക്കി അല്ലാഹു തആല ജനങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു പാട്ട് ദിൽഷാദിലൂടെ അഹ്സനുൽ ഹുൽഖ് പാടല്ലേ? 2 വേദികളിൽ റബിയുൽ അവ്വലിന് പാടി ഇൻസ്റ്റാഗ്രാമിലൂടെ ഏറ്റെടുത്ത് ഏകദേശം മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉള്ള പാട്ടുകാരനാണ്. ഏകദേശം 500-600 പാട്ടുകൾ, ഏത് പാട്ട് വേണ്ടിട്ടാലും ഇൻസ്റ്റാഗ്രാമുകാർ ഏറ്റെടുത്തിട്ട് ഇനിയും പാട്ടുകൾ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാവരും ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്തുപോലെ പറയേണ്ട ഇതായിട്ടുള്ളത്, അവന്റെ പാട്ടിന് താളം പിടിക്കുന്ന മെയിൻ താളക്കാരനാണ് നമ്മൾ ഇർഷാദ് അമാനി ഉസ്താദ്. മെയിൻ ആസ്വാദനം അതും കൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആളുകൾ, അതായത് ആ മുട്ടുകൂടെ ഇതിന് കൂടെ ഇൻക്ലൂഡ് ആവുമ്പോഴാണ് പാട്ടിന്റെ മനോഹരതയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് ആ കൊട്ടും ഈ പാട്ടും കൂടെ നമുക്ക് ഒന്നും കൂടെ പ്രേക്ഷകരിലേക്ക് ആസ്വദിക്കാം. ഓക്കെ അല്ലേ? അഷ്റഫുൽ ഖൽഖ് നബി അഹ്സനുൽ ഖൽഖ് നിദി, അഷ്റഫുൽ ഖൽഖ് നബി അഹ്സനുൽ ഖൽഖ് നിദി. ആകിരം നാവുകൾ നാദൻ കാനിന്നുകിൽ ആനൂറിനെ വാഴ്ത്തികയുമില്ല. ആകിരം കലാമുകൾ മഷി അപ്പുകൾ വർണ്ണിച്ചു തീരുകില്ല. അപ്പുകൾ വർണ്ണിച്ചു തീരുകില്ല. അഷ്റഫുൽ ഖൽഖ് നബി അഹ്സനുൽ ഖൽഖ് നിദി, അഷ്റഫുൽ ഖൽഖ് നബി അഹ്സനുൽ ഖൽഖ് നിദി. അംബിക രാജാവ് ഇമ്പർ ഹബീബോര് അംബറിൻ ഗന്ധമേ ഉംബർ നബിയോര് അംബവൻ മുമ്പിലായി ആദ്യം പാടിത്തുള്ള
അജ്മലുൽ ഖദ്ദൈനി അഴകിൽ മികൈന്തൊരു ദാനി അഭിഗതിൽ നഹമര ചേർന്നുള്ള നിറഭംഗി അഭിഗതിൽ നഹമര ചേർന്നുള്ള നിറഭംഗി മാണിക്യവും ഗോൾഡും മന്നാന്റെ നൂർ ചെയ്തി ഹാദി റസൂലുള്ളാഹ് ഹമീം ഹബീബുള്ളാഹ് ഹാദി റസൂലുള്ളാഹ് ഹമീം ഹബീബുള്ളാഹ് ആ വഴി തന്നിലായി നീളെ തുടർന്നിരുന്നാൽ ഇരുലോകവും നേടും ജന്നത്തിലായി തീരും ഇരുലോകവും നേടും ജന്നത്തിലായി തീരും അഷ്റഫുൽ ഖൽഖ് നബി അഹ്സനുൽ ഖുൽഖ് നബി അഷ്റഫുൽ ഖൽഖ് നബി അഹ്സനുൽ ഖുൽഖ് നബി മാഷാ അല്ലാ, കൺഗ്രാറ്റുലേഷൻ ദിൽഷാദ്. സ്വര മധുര താള ലയനങ്ങളെ കൊണ്ട് വിസ്മയിച്ച ഒരു ആലാപനം അല്ലേ? വീട്ടിലാരാ പാട്ടിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? ഉമ്മയാണോ ഉപ്പയാണോ? രണ്ടാൾ ഒരുപോലെ സപ്പോർട്ട് അല്ലേ? പാട്ടുരംഗത്ത് എല്ലാ വിഷയത്തിലും സപ്പോർട്ടാണ്. ഏത് പ്രോഗ്രാമിനാണെങ്കിലും മറ്റുള്ള വിഷയത്തിനൊക്കെ ആണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് അല്ലേ? പാട്ടാരെ കൂടുതൽ പഠിപ്പിച്ച ഒരാളെ ഉപ്പ ഉമ്മയോ അതേപോലെ പഠിപ്പിച്ചു തരാറുണ്ട് അല്ലേ? ഇൻഷാ അല്ലാ വളരെ അതിമനോഹരമായ ഒരു അവതരണമായിരുന്നു ദിൽഷാൻ മോൻ കാഴ്ചവെച്ചത്. ഇൻഷാ അല്ലാ ഇനിയും കവാലികളും മറ്റുള്ള പല ഇനങ്ങളും നമുക്ക് ആസ്വദിക്കാനുണ്ട്. ഇൻഷാ അല്ലാ വേദിയിൽ അടുത്തതായിട്ട് നമുക്ക് നല്ലൊരു മാപ്പിളപ്പാട്ട് ആസ്വദിക്കാം. അതിനിടക്ക് നമ്മുടെ ബ്രിട്ടീഷ് കബിൾ ഡയറക്ടർ സുഹൈൽ സാറുടെ ക്വിസ് കോമ്പറ്റീഷൻ മറ്റ് വ്യത്യസ്തമായ പല ഇനങ്ങളും അവതരണങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം പ്രേക്ഷകർ കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചെറിയ വിദ്യാർത്ഥികളുടെ ഈ